നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കിയാലോ. ഈ സംഭവം ഞാൻ പിൻട്രസ്റ്റിൽ ഡെസ്ക് ഡെക്കോർ നടിച്ചപ്പോൾ കണ്ടൊരു ഐറ്റമാണ്. അതിലാണെങ്കിൽ ഒരു ഫുൾ ഫാമിലി പോലെ ഇരുന്നു, പലതിനും പല എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് കാണാൻ നല്ല രസമുണ്ടായി. ഇതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എന്തോ തിന്നണ സംഭവമെന്ന് മനസ്സിലായി. കാരണം അതിൻ്റെ മുകളിൽ ബട്ടർ പോലത്തെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ ഇതിന് നമ്മൾ കാർഡ്ബോർഡ് കുറേ സർക്കിൾസ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതാണ് ഇതിലത്തെ ഏറ്റവും വലിയ പണി, കുറേ സർക്കിൾസ് ഇരുന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഈ ഇടയിലത്തെ സർക്കിൾ കുറച്ചും കൂടെ എണ്ണം കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്, കുറച്ചുകൂടെ തിക്കാണത്. അത് കഴിഞ്ഞിട്ട് കാർഡ്ബോർഡിൻ്റെ ഈ പുറത്തെ സംഭവം നമ്മളിങ്ങനെ പറിച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ നമ്മൾ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്യുക. ഓരോന്നിൻ്റെയും തിക്നെസ് അനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ 3 പീസസും നമ്മൾ സെപ്പറേറ്റ് വൈറ്റ് പേപ്പറിൽ കവർ ചെയ്തെടുക്കും. അത് നമ്മൾ പെയിൻറ്റ് അടിക്കും അതിൻ്റെ മണ്ടയ്ക്ക്. അപ്പോൾ വൈറ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ പെയിൻറ്റ് അടിക്കുമ്പോൾ നല്ല രസമായിരിക്കും. അപ്പോൾ നമ്മളത് കവർ ചെയ്തെടുത്തിട്ട് ഈ 3 പീസസും ഒട്ടിച്ചു കൊടുക്കുക. തിക്കുള്ള ഭാഗം ഇടയിൽ വെച്ചിട്ട് ആ 2 ഭാഗം ഇങ്ങനെ അതിൻ്റെ മുകളിലും താഴെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൊരു ബട്ടർ പോലത്തെ ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ സംഭവത്തിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് ഇങ്ങനെ ഒരു റെക്റ്റാങ്കിൾ പോലെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുകളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ സംഭവം മറ്റേതുപോലെ തന്നെ കാർഡ്ബോർഡിൻ്റെ ആ ഒരു സാധനം പറിച്ചെടുത്തിട്ട് അതിന് ചുറ്റിനും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതും വൈറ്റ് പേപ്പറിൽ കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഈ മുകളിലത്തെയും താഴത്തെയും ഭാഗത്തിനൊരു പീച്ച് കളറിലൊരു കളർ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇടയിലത്തെ സംഭവം അങ്ങനെ വൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. എന്നിട്ട് ആ ബട്ടറിന് ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു യെല്ലോ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ പലതിനും ഇങ്ങനെ പല എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു എക്സ്പ്രഷൻ ഞാനിങ്ങനെ വരച്ചു കൊടുത്തു. ഒരു കണ്ണും പിന്നെ ഒരു ചെറിയൊരു വായ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പൂച്ചയുടെ മീശ പോലത്തെ 2 സംഭവം ഉണ്ടായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.